ഇപ്പോൾ അക്കാഡമിയിലായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ കോളേജോ? ഇല്ല. 2020 ബിഗ് ബോസ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ കലാകാരനും കൂടെയാണ്. കോളേജിൽ ഞാൻ 7 കോളേജിൽ പഠിച്ചു. ആ കോളേജുകളിലൊക്കെ ഞാൻ സ്റ്റേജിൽ കലാപരിപാടി നടത്തും. കർട്ടനിട്ടേ ഞാൻ താഴെ ഇറങ്ങും. അപ്പോൾ കലയോടൊരു പ്രത്യേക പാഷനാണ്. ഒരു 56ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. നാടകം, മൈം, മോണോക്ട്, ഇങ്ങനെ യൂണിവേഴ്സിറ്റി യൂത്ത് വരെ പോയിട്ട്. പക്ഷെ നമുക്കൊരു ബാക്കപ്പ് ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പുറകിൽ ഗോഡ് ഫാദർമാരില്ല. സെൽഫ് നമ്മളെന്ന് വെച്ചാൽ ഒരു 1 മാൻ ആർമി പോലെ സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് മെയ്ഡ് ആണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് എന്ന് പറയില്ലേ. ഒറ്റയ്ക്ക് വഴി എനിക്ക് ഇപ്പൊ ഞാനൊരു പ്രഡിക്ഷനാണ്. മിക്കവാറും അടുത്ത ബിഗ് ബോസിന്റെ ഷോ വരുമ്പോഴത്തേക്ക് സന്തോഷ് സെലക്ഷൻ ഉണ്ടാവാൻ സാധ്യത 95% ഞാൻ ഇടുന്നുണ്ട്. എന്താ സന്തോഷമായിട്ടെന്ന് പറയാനുള്ളത്? ആഗ്രഹമുണ്ടോ? അമ്മയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ആ ഡോക്ടറേറ്റ് കൊടുക്കുക. അപ്പൊ എനിക്ക് സന്തോഷം മനസ്സിലാവും. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളോട് പോലും അടുത്ത റൂമിൽ ഞാൻ ഹോസ്റ്റലിലാണ്. 15 വർഷം കൊണ്ട് ആലുവയിലെ തറയിൽ എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അടുത്ത റൂമിലെ വ്യക്തികൾ പോലും ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് സഹിക്കില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അസൂയ എന്ന് പറയുന്ന ഒരു സാധനം എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഒരു പൂജയ്ക്ക് പോയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ഒരു ഡാഷ് എന്ന് പറയുന്ന സിനിമയുടെ ഡാഷ് എന്ന് പറയുന്ന പൂജയ്ക്ക്, അതേ പറയത്തുള്ളൂ, പൂജയ്ക്ക് പോയിട്ട് വന്ന് ആ പൂജയിൽ ഞാൻ കയറി പ്രസംഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് പേരുടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ എന്നിലേക്ക് വന്ന് കൊള്ളുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ മെഡിറ്റേഷൻ ഉള്ളത് കൊണ്ടും നമുക്കത് ചെയ്യുമ്പോൾ അറിയാമല്ലോ. മെഡിറ്റേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം സന നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ ഒരു സെക്കൻഡ് സനയിൽ നിന്ന് മൈൻഡിലൊരു നെഗറ്റീവ് ഊർജ്ജം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ടച്ച് ചെയ്യും. എനർജി വേവ് എന്ന് പറയുന്നത്. കാരണം ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഹൃദയശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ, അവന് മാത്രമേ ദൈവത്തെ ലഭിക്കൂ. അപ്പം ഇത് ശുദ്ധമാണ്. അപ്പം ഈ ശുദ്ധമായ സാധനത്തിൽ മറ്റേ ഒരു അശുദ്ധം അപ്പുറം ഉണ്ടെങ്കിൽ അത് കൃത്യമായി വന്ന് കൊള്ളും. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ കയറിയപ്പോൾ അപ്പോൾ എന്നെ വിളിച്ചതും ഇങ്ങനെയാണ്. കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ അജിത് കുമാർ സാറിനെ അല്ലെങ്കിൽ രജിത്തേട്ടനെ 2 വാക്ക് പറയാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആകെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അതിന് മുമ്പ് കയറിയത് ഉള്ളവർക്കൊക്കെ ഭയങ്കര കയ്യടി. ഞാൻ എന്നെ വിളിച്ച് അങ്ങോട്ട് കയറിയപ്പം ഈ 50 പേര് കയ്യടിക്കാനുണ്ടെങ്കിൽ അതൊരു 20-25 പേരുടെ കയ്യടിയായിട്ട് കുറഞ്ഞു. ഞാൻ വല്ല ദോഷവും ചെയ്തിട്ടാണോ? അപ്പൊ ഇതാണ് പറഞ്ഞത്. എന്നോട് പലരും ഓൾഡ് ഏജ് ഹോമിലാക്കുക, അമ്മയെ ഓൾഡ് ഏജ് ഹോമിലാക്കുക, ഇങ്ങനെ പറയാനില്ല. എനിക്കത് പറ്റുന്നില്ല. അറ്റ് സെയിം ടൈം എനിക്ക് IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്. അതുപോലെ ഇതിന് വേണ്ടി മാറ്റി വെച്ചാണ്. കാരണം അപ്പോൾ ഫാദർ മരിച്ചുപോയി. ഇപ്പോഴത്തെ ആളുകളുടെ തിങ്കിങ് മനസ്സിലാവും. ഞാൻ നേരത്തെ വർക്കിയെ കുറ്റം പറഞ്ഞായിരുന്നു ചോദിച്ചാൽ വർക്കിയുടെ ഒരു ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു അല്ലേ? ഞാൻ മിക്ക ക്ലിപ്പുകളും കാണും. ഒരു ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോഴാണ് കൂടെയുള്ളവരുത്തും പറഞ്ഞത്, പറക്കി എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ് ഈ മലയാളി ഇംഗ്ലീഷിൽ രക്ഷപ്പെടാത്തതെന്ന് അറിയാമോ? അവൻ സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യില്ല, മറ്റൊരുത്തനെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. നമുക്ക് അനുഭവമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ലോ 10ലോ ഇംഗ്ലീഷിൽ ഒരു 2 വാക്ക് സംസാരിക്കാൻ അവൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. അതോടെ നമ്മൾ തളർന്നു പോകും. മനസ്സിലായി? ഇപ്പം നിങ്ങളൊരു പേപ്പർ തരികയാണെങ്കിൽ എനിക്ക് വർക്കിയുടെ എനിക്ക് പറയാൻ മനസ്സിലാവും. കാരണം എനിക്ക് കുറേ ഡിഗ്രി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊരു പേപ്പർ തരൂ, ഞാൻ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് 4 പേജ് എഴുതിത്തരാം. ഒരു ടോപ്പിക്കും കൂടെ തരും, ഇംഗ്ലീഷിൽ എഴുതിത്തരാം. പക്ഷേ ഈ 4 പേജ് ഞാൻ എഴുതിയ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മിക്കവാറും 40 മിനിറ്റ് വേണ്ടി വരും. എന്താ കാരണം? പ്രാക്ടീസ് ഇല്ല. ഇവിടെ സ്കൂളിൽ പോകാത്തൊരു ചേച്ചി ബ്രിട്ടനിൽ ലണ്ടനിൽ സായിപ്പിൻ്റെ വീട്ടിൽ ഹോം നഴ്സായിട്ട് പോയി 3 മാസം കഴിഞ്ഞ് വന്നാൽ ഇവിടുത്തെ MA ഇംഗ്ലീഷുകാരനേക്കാൾ ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കത് മനസ്സിലാവും. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുന്നതേ ഉള്ളൂ, ഒരു സായിപ്പിനെ കൊണ്ടുവന്ന് മലയാളം സംസാരിച്ചോ സംസാരിക്കില്ലല്ലോ. ഒരു ചൈനക്കാരനെ കൊണ്ടുവന്ന് മലയാളം സംസാരിച്ചാൽ അവന് പറ്റൂ. അപ്പൊ ഞാൻ ചൈനയിൽ പോയിട്ട് ചൈനീസ് ഭാഷ സംസാരിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം എടുക്കും.
നമ്മളിപ്പോൾ കമ്പയർ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചില സിനിമാ നടന്മാർ ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് ഞാനും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ മറ്റേ ആർട്ടിസ്റ്റുകളെല്ലാം തകർത്ത ഇംഗ്ലീഷുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പറയുമ്പോൾ നമ്മളത് ഒരു ബാക്കപ്പ് കൂടെ നോക്കണം. അവർ പലരും ജനിച്ച് വളർന്നത് ഊട്ടി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലും അല്ലെങ്കിൽ വലിയ ബാക്കപ്പിലുള്ളതും അവരുടെ പല സൂപ്പർ സ്റ്റാറുകളുടെയും അല്ലെങ്കിൽ മുൻനിര ഇന്ത്യയിൽ മിക്കവാറും ഉള്ള മുൻനിര സിനിമാ നടന്മാരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് അംബാനിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇടയ്ക്ക് ഞാൻ വീഡിയോ വന്നാൽ ഞാൻ കണ്ടതാണ്. അല്ലേ, മഹാരാഷ്ട്രയിലെ ബോംബെ ലക്ഷങ്ങൾ 1ാം ക്ലാസ്സിൽ, ലക്ഷങ്ങൾ 2ാം ക്ലാസ്സിൽ, ലക്ഷങ്ങൾ 3ാം ക്ലാസ്സിൽ. ഞാൻ പഠിച്ചവിടെ ഗവൺമെൻറ് സ്കൂളിലാണ് LKG 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്. ആകെ നമുക്ക് ഉപ്പുവാവും കിട്ടും, അതും വാങ്ങിച്ച് ഉച്ചയ്ക്ക് തിന്നിട്ട് പഠിച്ചിട്ട് പോയിരുന്ന പാർട്ടികളാണ്. നമ്മൾ ഇത്രയൊക്കെ എത്തിയത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ദുൽഖർ ഇംഗ്ലീഷ് അറിഞ്ഞ മമ്മൂട്ടിക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ട് സാഹചര്യത്തിൽ വന്നവരാണ്. അവരുടെ മക്കളും സംസാരിക്കുന്ന പോലെ അവരുടെ പേരൻസ് പറ്റില്ല. രണ്ട് സാഹചര്യമാണ്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് ആണെങ്കിൽ നമ്മുടെ ഇതാണെങ്കിലും ചുമ്മാ അങ്ങോട്ട് കയറി കമന്റ് ചെയ്യുക, ചുമ്മാ അങ്ങോട്ട് കയറി വിളിക്കുക. ഇപ്പൊ സന്തോഷേട്ടൻ തന്നെ എന്തോരം അറ്റാക്സ് വന്നിട്ടുണ്ടല്ലേ, അങ്ങനെ ഒരാളെ ഇപ്പൊ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ മുമ്പേ പോയി അടി വാങ്ങിച്ച് കഴിഞ്ഞ ആളാണ്. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ഇപ്പം 90% അഭിനന്ദനങ്ങളും 10% തെറിയും അടിയുമാണ്. പക്ഷെ ഈ തെറിയാണ് ഏറ്റവും ഭീകരം, ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന്. അതിന് ഒരു ഭയമില്ലാതെ വിളിക്കുന്നത് അത്രേ വിളിക്കും. പക്ഷെ ഞാൻ പിന്നെ കേട്ട് അനുഭവിച്ചു വന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ അംഗീകാരം അവാർഡായിട്ടും കിട്ടും. അങ്ങനെ ഒരു മനോഭാവം അത് ശരിയല്ലേ. ഏറ്റവും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആരാണോ തെറി വിളിക്കുന്നത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ വൈറല്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൽ എന്തോ ഉള്ളത് കൊണ്ടല്ലേ ബൊക്കയും പൂമാലയും കൊടുക്കുന്നതിന് പകരം മറ്റേ സംഗതികൾ എറിയുന്നത് അല്ലേ? അസഹിഷ്ണുതയും കൂടെ ഉണ്ട്. സ്വസ്ഥ ഇനി ഇവൻ കേറി പോയാലും അത് പിടിച്ച് വലിക്കണം, അല്ലെങ്കിൽ കേറി പോയാൽ ശരിയാവൂല, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവൂല. കുറച്ച് കിടന്നിട്ടൊക്കെ പോയാൽ മതി. അവർ സാധന കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, എനിക്ക് മൂന്ന് വയസ്സിൽ കിട്ടേണ്ട ഒരു 3 വീൽ സൈക്കിളിൽ പലപ്പോഴും എനിക്ക് കിട്ടുന്നത് 30ാമത്തെ വയസ്സിൽ. ഞാൻ ഈ 30ാമത്തെ വയസ്സിൽ ഈ 3 വീൽ സൈക്കിളും കയറ്റി ചവിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെന്ത് പറയും? ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാലും 30ാമത്തെ വയസ്സിലെങ്കിലും ഞാൻ 3 വീൽ സൈക്കിൾ ചവിട്ടും. അതാണ് കോൺഫിഡൻസ്. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ വരുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും നമ്മൾ ഓരോ പോയിന്റുകളിലും അത് കൊടുക്കണം. അവരെ വെള്ളം അടിച്ച് ലഹരി ഉപയോഗിച്ചും തകർത്ത് കളയാൻ നിസ്സാരമായിട്ട് പറ്റും, നിമിഷം കൊണ്ട് പറ്റും. സൂപ്പർ ജിംനി സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എങ്ങനെയാണ് പെട്ടെന്ന് ട്രാപ്പിലായി പോകുന്നത്, എങ്ങനെയാണ് പാരൻസിൽ നിന്ന് അവരകന്നു പോകുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പറ്റും. പക്ഷേ ഒരു കുട്ടി 10ലെ ഫുൾ A+ വാങ്ങിച്ച് അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ IIT റാങ്ക് വാങ്ങിച്ച് ഉയർന്ന് കയറി വരിക എന്ന് പറയുന്നത് അവർ തപസ് ചെയ്യുകയാണ്. അവരെന്തെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ്, സുഖങ്ങൾ പലതും ത്യജിച്ചിട്ടാണ് അവരത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പം എൻ്റെ കാര്യം എടുക്കാം. ഞാൻ ഒന്നുമില്ലാതെ ബിഗ് സീറോയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് ഹെവി ഹാർഡ് വർക്ക് ചെയ്ത് ആരുടെയും സഹായം ഇല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും എൻ്റെ ഡബിൾ ഹാർഡ് വർക്കുകളും പിന്നെ എൻ്റെ അധ്യാപകർക്ക് എന്നോടുള്ള സ്നേഹം. അല്ല, എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരന്മാരും എന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സത്യസന്ധമായി തന്നെ പറയുന്നു. അവർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എനിക്ക് സ്വയം ഇൻറ്റേർണലി ഞാൻ പുറത്ത് പറയാത്തൊരു വാശിയുണ്ടായിരുന്നു, എന്നാ പഠിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ MSc, ഞാൻ എൻ്റെ MPhil സൈറ്റോജെനറ്റിക്സ്, ഞാൻ ജീൻ DNA ക്രോമസോമിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഞാൻ ജീനിലും DNA യും കുറിച്ച് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള പലതും അന്ന് പലർക്കും മനസ്സിലായില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും മനസ്സിലായത്. US അതെ, അമേരിക്കയിലെ ഡോക്ടേഴ്സ് സഹിതം സയൻറ്റിസ്റ്റ് തരം നാസയിലെ ഷെഫി എന്ന് പറയുന്ന APJയുടെ സ്റ്റുഡൻറ്റ് പോലും എൻ്റെ വാട്സാപ്പിലുണ്ട്. അവർ പറയുന്നു യു ആർ അബ്സല്യൂട്ട് റൈറ്റ് സർ. കാരണം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീനുകൾ DNA പലതും മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് പാരൻസിനില്ലാത്ത പല പല പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ കാണിക്കുന്നത്. അത് ഗുണപരമാണെങ്കിലോ നല്ലതല്ലേ, അത് മോശപരമായി വരുന്നതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. സ്വാഭാവികമായി ആ അച്ഛൻ്റെ അമ്മയുടെയും ആ അച്ഛൻ്റെ വിത്ത് അല്ലെങ്കിൽ അമ്മ സ്വീകരിച്ചു, അമ്മ എന്നെ പ്രസവിച്ചു. എനിക്കിവരുടെ രണ്ടുപേരുടെ നിന്നും കിട്ടിയിരിക്കുന്നത് ഹാർഡ് വർക്കറായിട്ടുള്ള പഠിപ്പിസ്റ്റിൻ്റെ അല്ല. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് പഠിത്തത്തിൻ്റെ ഉണർന്ന ജീനാണ്. എന്നാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മുടെ സ്കൂളിൽ നമ്മളോടൊപ്പം പഠിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മക്കളാണെങ്കിൽ അവർ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് വരെ ഉഴപ്പി നടന്നാലും അവർക്ക് 2 ആഴ്ച മതിയായിരിക്കും മിന്നൽ പോലെ ബാക്കിയെല്ലാം പഠിച്ചു പോകാൻ. അതുപോലെ ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും കണക്ക് സയൻറ്റിസ്റ്റുമാർ ഇവരുടെയൊക്കെ മക്കൾ കണക്കിൽ വളരെ എക്സ്പേർട്ടായിരിക്കും. ഇവന്മാർക്കും ലാസ്റ്റിൽ കുറച്ച് സമയം മതി പെട്ടെന്ന് പഠിക്കാൻ.
നമ്മൾ ഈ പഠിപ്പിസ്റ്റുകാരന്മാരെ കണ്ടുകൊണ്ട് നമ്മളും അവന്മാരെ പോലെ ക്ലാസ് കെട്ടിയും കറങ്ങാൻ പോകും, എൻജോയ് ചെയ്യും. പക്ഷേ ലാസ്റ്റിൽ വന്ന് 2 ആഴ്ച കൊണ്ട് നമ്മൾ പുസ്തകം തുറക്കുമ്പോൾ കണ്ണ് കളിപ്പോവും. റിസൾട്ട് വരുമ്പോൾ മറ്റൊരു ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും നമുക്കാകെ തട്ടിക്കൂട്ടി 210 15. എന്താ കാരണം? നമുക്ക് പൊട്ടൻഷ്യാലിറ്റി ഇല്ല. ഇത് അനുഭവിച്ച ആളാണ് ഞാൻ. ഇനി അനുഭവിച്ച ആളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ഫസ്റ്റിൻ്റെ ലിസ്റ്റിലൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു. കാരണം പഠിക്കും എന്നുള്ളതുകൊണ്ട് പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്തു. ഓണപ്പരീക്ഷയ്ക്ക് എനിക്കിപ്പോഴും അറിയാം, ഫിസിക്സിന് 50-ന് 45 മാർക്ക് വാങ്ങിച്ച് ഞാൻ 45-ന് 5 മാർക്കിന് പഠിപ്പിച്ചില്ല, 45-ന് 43 മാർക്ക് വാങ്ങിച്ച് ഞാൻ 10ാം ക്ലാസ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10C ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ ജയപ്രസാദ് എന്ന് പറയുന്ന സാറാണ് ഞങ്ങളുടെ ഫിസിക്സ് സാറ്. എന്നും സ്ഥിരമായി ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തായ മറ്റൊരു പയ്യൻ, ഞാൻ പേര് പറയില്ല, പുള്ളി അന്ന് ആ ദിവസം മൊത്തം കരച്ചിലായിരുന്നു ആ ഫസ്റ്റ് പോയതിന്. പക്ഷെ അടുത്ത പ്രാവശ്യം ക്രിസ്മസിന് അവൻ തന്നെ വാങ്ങിച്ചു, ഞാൻ പക്ഷേ 8 നിലയിൽ പൊട്ടി. കാരണം ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ കൂട്ടുകൂടി എന്ത് ചെയ്യുന്നറിയാമോ, ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് ന്യൂൺ ഷോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമകൾ വരും പണ്ട്, അറിയാമല്ലോ. ഇംഗ്ലീഷ് കിട്ടാൻ വേറെ വഴിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ, സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇംഗ്ലീഷ് സിനിമയ്ക്ക് ന്യൂൺ ഷോയ്ക്ക് പോയി. മനസ്സിലായി? അപ്പോൾ അതോടുകൂടി ട്രാക്ക് മാറി. 10ാം ക്രിസ്മസ് പരീക്ഷ പൊട്ടി പലതും. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് 600-നാണ് അന്നത്തെ പരീക്ഷ. 600-ന് 329 എന്ന് പറയുന്ന സെക്കൻഡ് ക്ലാസ് മാർക്കേ ഉള്ളൂ. 320. ഇത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി എൻ്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം, എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞുകൊണ്ട്. ബയോളജി എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്ത് കോളേജിൽ പോയാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഓൺലി ബസ്, അപ്പോൾ അതിലുള്ള കമ്പനി, എൻ്റെ +2 കൗമാരപ്രായത്തിലുള്ള ഹോർമോണുകൾ, പയ്യന്മാരും പെമ്പിള്ളേരും തമ്മിലുള്ള ഒരുപാട് കമ്പനികൾ, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയി. അങ്ങനെ ഇത് അപ്പോൾ നമ്മുടെ നിയന്ത്രണം ഇല്ല, നമ്മുടെ ഹോർമോണിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള എബിലിറ്റി ഇല്ല. അങ്ങനെ +1 എന്ന് ഇന്നത്തെ പറയുന്ന അന്നത്തെ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ കോളേജിലല്ലേ, ഫസ്റ്റ് പ്രീ ഡിഗ്രിയുടെ ഫിസിക്സിൻ്റെ മാർക്ക് വന്നു. എനിക്ക് എത്രയെന്നറിയാമോ? 70-ന് 2. അപ്പൊ എന്റെ പഠിത്തം ഒന്ന് ആലോചിച്ചു. ആ 2 ഇന്ന് വരെ ഞാൻ ആരോടും പറയാത്ത ഒരു രഹസ്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ സൂപ്പർ ജിംനി എന്ന് പറയുന്ന സിനിമ അത്രയ്ക്ക് വിലപ്പെട്ട ഒരു സാധനമാണ്. 2 മാർക്ക്. എന്തുകൊണ്ടാണ്? നമുക്ക് ബാക്കപ്പ് ആയിട്ട് എൻ്റെ അച്ഛൻ നേരെ പഠിച്ചിട്ടില്ല, അമ്മ നേരെ പഠിച്ചിട്ടില്ല, അപ്പൂപ്പൻ പഠിച്ചിട്ടില്ല, അമ്മൂമ്മ പഠിച്ചു, പാരമ്പര്യമായി പഠിക്കാത്തൊരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഞാൻ ഐൻസ്റ്റീനൊന്നും ആവൂല, APJ ഒന്നും ആവൂല ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ. ആ ഒരു പൊട്ടൽ എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് അഡ്മിഷൻ ചെല്ലുമ്പോഴാണ് കോളേജിൽ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇവന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല, ഇവൻ തല്ലിപ്പുളിയാണ് എന്നുള്ള ഒരു ഡയലോഗ് രീതിയിൽ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ കേട്ടോണ്ട് നിന്നിട്ട് അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നേരെ താഴെ വന്ന് വീഴുന്നതാണ്. ആ കണ്ണുനീരായിരുന്നു വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലെ വചനം പോലെ എനിക്ക് മാനസാന്തരം. ഇനി ഞാൻ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തില്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ അല്ല, കോളേജ് പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇനി ഞാൻ ക്ലാസ് കട്ടിയില്ല, ഞാൻ ഒരു ക്ലാസ് കട്ടിയാൽ ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് മാർ ഇവാനിയസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രില്യൻ നല്ല പിള്ളേർ പഠിക്കുന്ന ട്രിവാൻഡ്രം മാർ ഇവാനിയസ് കോളേജിൽ ഞാനായിരുന്നു ഏറ്റവും ബാക്ക്. ബാക്കി എല്ലാവരും നന്നായി പഠിക്കുന്ന പിള്ളേരോടൊപ്പം അവിടെ കയറി 3 വർഷം കട്ടയ്ക്ക് പഠിച്ചു. അവിടുത്തെ എൻ്റെ കോളേജ്, ആ മാർ ഇവാനിയസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റും എൻ്റെ കോളേജിൻ്റെ ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ മെഴ്സി ജോൺ എന്ന് പറഞ്ഞ ടീച്ചറിൽ നിലവിളക്ക് വാങ്ങിച്ച് ലാസ്റ്റിൽ തന്നു. എനിക്ക് സമ്മാനം തരുമ്പോൾ ഞാൻ അച്ഛനോട് അപ്പം ചോദിച്ചു, അച്ഛൻ അന്ന് പറഞ്ഞത് എനിക്ക് അഡ്മിഷൻ തരില്ല എന്നല്ലേ എന്നാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, നീ തെളിയിച്ചു നീ ആൾ മിടുക്കനാണെന്ന്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. MSc ഞാൻ പിന്നെ പഠിത്തത്തിന് ട്രാക്കിലെ MSc പന്തള NSS കോളേജിൽ വന്നു, കട്ടയ്ക്ക് പഠിച്ചു, കേരള യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ചു. MSc റാങ്ക് ഹോൾഡറാണ്. പ്രീ ഡിഗ്രിക്ക് 2 മാർക്ക് വാങ്ങിച്ച ഞാൻ MScക്ക് റാങ്ക് ഹോൾഡറാണ്.